തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണം വാങ്ങാൻ ഭരണാനുമതി. മൂത്രാശയക്കല്ല് പൊടിക്കാനുള്ള ഉപകരണം വാങ്ങാനാണ് അനുമതി നൽകിയത്. ഇതോടെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. 2023 മുതൽ ഉപകരണം കാലാവധി കഴിഞ്ഞെന്ന് ഡോക്ടർ ഹാരിസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഗുഡ് ഈവനിംഗ്. ഇതിൽ എന്തായാലും ഒരു തീരുമാനമായിരിക്കുന്നത് മൂത്രാശയക്കല്ല് പൊടിക്കാനുള്ള ഉപകരണം വാങ്ങാനാണ്. അതിലാണിപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അന്നുണ്ടാക്കിയ കോലാഹലങ്ങൾ എത്രത്തോളമാണെന്നുള്ളത്. അക്കാര്യം ശരിവയ്ക്കുന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ഈ നടപടി, അല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, കാരണം ഇത് ഡോക്ടർ ഹാരിസ് സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇത്തരത്തിലൊരു കാര്യം വിളിച്ചു പറയേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് മാറിയത്. കാരണം ഏറെക്കാലമായിട്ടുള്ള ഒരു പ്രശ്നം 2 വർഷം ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ഒരു ഭരണാനുമതിക്ക്. ഇത്തരത്തിലൊരു ഡോക്ടർ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പറയാതിരുന്നുവെങ്കിൽ വീണ്ടും ഇത് നീളുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം 2023 ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ ഒരു ഉപകരണം വീണ്ടും ഉപയോഗിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് മുന്നോട്ട് പോയപ്പോൾ തൻ്റെ മുന്നിൽ വന്ന രോഗികളെ പറഞ്ഞയക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. ഏറ്റവും ഒടുവിൽ ഒരു വിദ്യാർത്ഥിനി തൻ്റെ അടുത്ത് ശസ്ത്രക്രിയയ്ക്ക് വരുമ്പോഴാണ് ഏറെ വിഷമത്തോടുകൂടി ആ വിദ്യാർത്ഥിയെ പറഞ്ഞയക്കേണ്ടുന്ന അല്ലെങ്കിൽ മടക്കി അയക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയപ്പോഴാണ് ഡോക്ടർ ഹാരിസ് സമൂഹ മാധ്യമത്തിലൂടെ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിയും ഉപകരണക്ഷാമത്തെക്കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. ഡോക്ടർ ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനായിട്ട് ആരോഗ്യവകുപ്പിന്റെ ശ്രമങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒന്നിനൊന്ന് പൊളിഞ്ഞു വീഴുന്ന അവസ്ഥകളാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവെച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വരുന്നു. ഇതിലിപ്പോൾ HDS മുഖേന 2 കോടി രൂപയുടെ അനുമതിയാണ് ഇപ്പോൾ ഈ മൂത്രാശയ കല്ലിന്റെ പൊടിക്കാനുള്ള ഉപകരണം, അതായത് ESWL എന്ന് പറയുന്ന ഉപകരണം വാങ്ങാനായിട്ട് ഭരണാനുമതി കിട്ടിയിരിക്കുന്നത്. എന്തായാലും ലിത്തോക്ലാസ്റ്റ് പ്രോബ് എന്ന് പറയുന്ന ഉപകരണം വാങ്ങുന്നതോടുകൂടി തന്നെ യൂറോളജി വകുപ്പിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്നില്ല. കാരണം ഇത് കഴിഞ്ഞ ഏറെക്കാലമായിട്ട് ഒരു ഉപകരണം മാത്രമല്ല പല ഉപകരണങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. അത് ഇനിയും മറ്റ് ആരെങ്കിലും ഇനി വെളിപ്പെടുത്തിയാൽ മാത്രമേ ഇതൊക്കെ പുറത്തു വരാൻ കഴിയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നു. എന്തായാലും വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ശ്രുതി. തീർച്ചയായിട്ടും. എന്തായാലും നമുക്കറിയാം അന്ന് ഹാരിസ് ഡോക്ടറിന് നേരെ ഉണ്ടായ ആരോപണങ്ങൾ, അതിനുശേഷം അദ്ദേഹം ആ വെളിപ്പെടുത്തൽ നടത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത്. എന്തായാലും അക്കാര്യം അദ്ദേഹം അന്ന് ഉന്നയിച്ച ആ ആരോപണങ്ങൾ അതൊക്കെ ശരിവെച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് എന്ന കാര്യം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.